ഹലോ, ഗുഡ് മോർണിംഗ്. NPTEL കോഴ്സസിന് എങ്ങനെ എൻറോൾ ചെയ്യാം, അതുപോലെ തന്നെ NPTEL കോഴ്സസിന് എങ്ങനെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം NPTEL കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IITസും 7 IITസും ഒരു IISും MHRDൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ MHRDൻ്റെ MOOC കോഴ്സസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമാണ് NPTEL എന്ന് പറയുന്നത്. IITs പ്രൊവൈഡ് ചെയ്യുന്ന MOOC കോഴ്സസാണ് NPTEL കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്. 9000 എബോ കോഴ്സസ് ഉണ്ട്. ഡിഫറെൻറ്റ് ഡിസിപ്ലിനിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ചില കോഴ്സസൊക്കെ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം FDPയും കൂടിയാണ്. ഓരോ കോഴ്സസിനും എന്തുണ്ട്, ക്രെഡിറ്റും ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മളിതിൻ്റെ മുമ്പത്തെ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാം, അതേപോലെ തന്നെ ഒരു കോഴ്സ് എക്സാമിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ കോഴ്സസ് ചെയ്യുന്ന സമയത്ത് ഇതിന് എൻറോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാവും, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഓൺലൈൻ എക്സാമും എഴുതണം. കോഴ്സ് ഫ്രീ ആണ്, കോഴ്സ് ചെയ്യാൻ ഫ്രീ ആണ്. പക്ഷേ എക്സാം സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു എക്സാം എഴുതണം. അതിന് 1000 രൂപയുള്ളൂ ഫീ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ അടുത്ത് സെൻറ്റർ ഉള്ളത് പെരിന്തൽമണ്ണയൊക്കെ ആയിട്ട് സെൻറ്റർ ഉണ്ട്. അവിടെയൊക്കെ ആയിരിക്കും എക്സാം ചിലപ്പോൾ വരിക. അപ്പം അസൈൻമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ 40% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോഴ്സ് പാസ്സാക്കാൻ പറ്റും. അപ്പോൾ അസൈൻമെൻറ്റ് ആണെന്നുവെച്ചെങ്കിൽ 25-ൽ നമുക്ക് 10 മാർക്ക് കിട്ടിയാൽ മതി. അതേപോലെ തന്നെ ഓൺലൈൻ എക്സാമിനാണെന്നുവെച്ചെങ്കിൽ 75-ൽ 30 മാർക്ക് കിട്ടിയാൽ മതി. അപ്പം അസൈൻമെൻറ്റിന് ഇപ്പോൾ 25 അല്ല 24.7 മേടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ ഫൈനൽ ഇതിൽ എന്തുണ്ടാവും, ഗ്രേഡ് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാമെന്നില്ല നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കോളേജിലുള്ള SPOs, അതായത് ലോക്കൽ ചാപ്റ്റർ ഏതാണെന്നുള്ളത് അറിയാം. കാരണം ഇത് കോഴ്സിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മൾ കോളേജിൻ്റെ അണ്ടറിലായിട്ട് മാറുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് ഓരോ സമയങ്ങളിൽ നിങ്ങളെ അറിയിക്കാനും അസൈൻമെൻറ്റിൻ്റെ സമയമാകുമ്പോൾ അറിയിക്കാനും എക്സാമിന് രജിസ്ട്രേഷൻ ആവുന്ന സമയത്ത് അറിയിക്കാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ലോക്കൽ ചാപ്റ്റർ ഉണ്ടോ നമ്മൾ ചോദിക്കണം. അതൊക്കെ നമ്മളിതിൻ്റെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണിക്കാം. അവിടെ നമ്മൾ ലോക്കൽ ചാപ്റ്റർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം, കേരള. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലോക്കൽ ചാപ്റ്ററിൻ്റെ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ഉണ്ടാവും നോബിൾ വുമൻസ് കോളേജ്, മഞ്ചേരി, മലപ്പുറം, കേരള എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊരു ബ്രാക്കറ്റിൽ 6167. അതാണ് നമ്മൾ ലോക്കൽ ചാപ്റ്ററിൻ്റെ ID എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എൻറോൾ ചെയ്യാമെന്നില്ല നമുക്ക് നോക്കാം. 2 മെത്തേഡിലൂടെ നമുക്കൊരു കോഴ്സിന് എൻറോൾ ചെയ്യാൻ പറ്റും. ഒന്ന് ത്രൂ വെബ്സൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് അതുപോലത്തെ ഒരു സൈറ്റായിരിക്കും നമുക്ക് വരിക. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ആപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ വെബിൽ ചെയ്തിട്ട് പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെയിൽ ഐ ഡി വെച്ച് കഴിഞ്ഞാൽ വെബിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കിട്ടും, ആപ്പിൽ ചെയ്ത കാര്യങ്ങൾ നമുക്ക് വെബിലും കിട്ടും. ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാം. ആദ്യം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു വെബ്സൈറ്റിലൂടെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ കയറിയിട്ട് സ്വയം NPTEL കോഴ്സസ് എന്നുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. ഈ ഒരു സ്ക്രീൻ ആയിരിക്കും. ഇതിൻ്റെ റൈറ്റ് സൈഡ് കോർണറിൽ കണ്ടോ സൈൻ ഇൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടായിരിക്കും. അതിൻ്റെ പുറത്ത് കണ്ടോ ഓൾ കോഴ്സസ്. ഈ ഓൾ കോഴ്സസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് കോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ അറിയാൻ കഴിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ കയറിയതിന് ശേഷം സൈൻ ഇൻ ഓർ രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു പേജിലൊക്കെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, MHRD നമ്മൾ പറഞ്ഞല്ലോ MHRDൻ്റെ. അപ്പോൾ ഇതിൽ കണ്ടോ 2 ഓപ്ഷൻ കിടക്കുന്നത്, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, സൈൻ ഇൻ വിത്ത് മൈക്രോസോഫ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊക്കെ മെയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഗൂഗിളിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്തുണ്ടാവും, നമ്മളെ സിസ്റ്റത്തിൽ നമ്മൾ മെയിൽ ID ലോഗിൻ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എന്തുണ്ടാവും, നമ്മൾ ലോഗിൻ ചെയ്ത മെയിലുകൾ കാണിക്കും. അതിൽ നിന്ന് നമ്മളെ പ്രൈമറി മെയിൽ ID നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് പ്രൈമറി മെയിൽ IDയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. കാരണം പിന്നീടുള്ള NPTEL കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ മെയിലിലോട്ടായിരിക്കും വരിക.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മെയിൽ ഐ ഡി നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തോടുകൂടി നേരെ ഈ പേജിൽ വരും. അപ്പോൾ ആ സൈൻ ഇൻ എന്നുള്ള ബട്ടൻ്റെ അവിടെ നമ്മൾ മെയിൽ ഐ ഡി കാണിക്കും. ആ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക, മൈ പ്രൊഫൈൽ, മൈ കോഴ്സസ്, മൈ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് പുറത്ത് തന്നെ കണ്ടില്ലേ ഓൾ കോഴ്സസ് എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. നമുക്കൊരു കോഴ്സിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് എന്നില്ല അവിടെ നമ്മൾ ആ കോഴ്സിൻ്റെ പേര് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറി, സബ് കാറ്റഗറി, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ട് മെയിൻ കാറ്റഗറിയിൽ ഇല്ല, പക്ഷേ അത് എവിടെ ഉണ്ടാവുക, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ളതിൻ്റെ അണ്ടറിലാണ് അത് വരിക. അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ കയറി നോക്കണം കേട്ടോ. ഇപ്പോൾ ഇംഗ്ലീഷ്, സോഷ്യോളജിക്കാർക്കൊക്കെ ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ്, ഇങ്ങനത്തെ ഇതിൽ നമുക്ക് ഏത് ഡിസിപ്ലിനും ചെയ്യാം കേട്ടോ. ഇതിൽ ഏത് ഡിസിപ്ലിനും ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ് ആയാലും അത് തന്നെ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്നുള്ള ഞാൻ സെലക്ട് ചെയ്യുന്നു. സബ് കാറ്റഗറിയിൽ പോയിട്ട് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പിന്നെ എന്ത് ചെയ്യുക, ഡ്യൂറേഷൻ ഓൾ, സ്റ്റാറ്റസ് ഓൾ കൊടുത്തുന്നു. അപ്പോൾ എല്ലാ കോഴ്സസും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓരോന്നിൻ്റെയും താഴെ കാണിക്കുന്നില്ല. ഇതൊക്കെ AICTE അപ്രൂവ്ഡ് FTP കോഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം, FTP കോഴ്സസാണ്, ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും കൂടിയാണ്. അപ്പോൾ അത് ചെയ്ത് അതായത് തന്നെ UG ലെവലിലുള്ള പ്രോഗ്രാം വരെ FTP ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക, ടീച്ചേഴ്സ് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേതെങ്കിലും, ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുക, പൈത്തൺ ഫോർ ഡാറ്റ സയൻസ് എന്നുള്ള കോഴ്സാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യൂ മോർ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാണിക്കും. ആരാണ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, കോഴ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്ര വീക്കിൻ്റെതാണ്, പിന്നെ അതേപോലെ തന്നെ ഇതിൽ എത്ര ക്രെഡിറ്റ് ഉണ്ട്, ഇത് ഏത് ലെവലിലുള്ളതാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് പോയിൻ്റ് ഒക്കെ 1. അതേപോലെ തന്നെ ഇത് ഏത് ലെവലിലാണ്, കാരണം ലെവൽ അണ്ടർ ഗ്രാജുവേറ്റ്, മാത്രമല്ല ഇതെന്താണ് FTP ആണ് കാണും. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പുറത്തെ സൈഡിലാണെന്നുവെച്ചെങ്കിൽ കോഴ്സിൻ്റെ ഔട്ട്ലൈൻ ഉണ്ടായിരിക്കും. ഫസ്റ്റ് വീക്കിൽ എന്താണ്, സെക്കൻഡ് വീക്കിൽ എന്താണെന്നില്ല കോഴ്സിനെ കുറിച്ചുള്ള ഔട്ട്ലൈനും ഇവിടെ വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ആരാണ് ഇൻസ്ട്രക്ടർ ആരാണ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ IIT മദ്രാസിലെ പ്രൊഫസറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ NPTEL പ്രത്യേകത ഇതാണ്. അപ്പോൾ IITയിലെ പ്രൊഫസേഴ്സാണ്, നമ്മൾ പറഞ്ഞു 7 IITസും ഒരു IASും ആണ് ഇത് നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള പ്രൊഫസേഴ്സാണ് ഈ ക്ലാസ് എടുക്കുക. അപ്പോൾ അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്, പിന്നെ അതിൻ്റെ താഴെ ഈ കോഴ്സ് പാസ്സാവാനുള്ള ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. അങ്ങനെ അതൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കണ്ടു പൈത്തൺ ഫോർ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ. പക്ഷേ അതിൻ്റെ മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിവിടെ ഫസ്റ്റ് ഇവിടെ പോകുന്ന സമയത്ത് ഈ കോഴ്സ് ഇവിടെ കാണുന്ന സമയത്ത് വ്യൂ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ഈ പൈത്തൺ ഫോർ ഡാറ്റ സയൻസ് എന്ന കോഴ്സിൻ്റെ പേരുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് കേട്ടോ ഇങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ കണ്ടില്ലേ, ഇവിടെ ഉണ്ടാവും ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ. ഇതിൻ്റെ പുറത്ത് നോക്കിയാൽ ഇപ്പം 28,932 സ്റ്റുഡൻസ് ആളുകൾ എന്ത് ചെയ്തു, ഇത് എൻറോൾ ചെയ്തു. അതിൽ തന്നെ 700 സ്റ്റുഡൻസ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ സെമസ്റ്ററത്താണ് ആ കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ അതിൻ്റെ താഴത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് സെമസ്റ്ററിൽ നടന്ന കോഴ്സിൻ്റെ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ എന്നുള്ള ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എങ്ങനെയായിരിക്കും വരിക, ഇവിടെ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മളെ പേര് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മളെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ പേരുള്ളത് വെച്ചെങ്കിൽ അതുപോലെ കൊടുക്കണം. ഇതായിരിക്കും നമ്മൾ സർട്ടിഫിക്കറ്റിൽ വരിക. മാത്രമല്ല ഈ NPTELൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴ്സ്, നമ്മളിപ്പോൾ BA അത് ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ പ്രൊഫൈൽ കാണിക്കാൻ പറ്റുന്ന സാധ്യതയാണ് കേട്ടോ. എല്ലാ കമ്പനീസും അംഗീകരിക്കുന്ന, ഗവൺമെൻറ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ പേര് കറക്റ്റ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, മെയിൽ ID ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ ഫാക്കൽറ്റീസ് ചെയ്യുന്ന സമയത്ത് പ്രൊഫഷൻ ഇല്ല, അവിടെ ഫാക്കൽറ്റി എന്നാക്കി കൊടുക്കണം. സ്റ്റുഡൻസ് അവിടെ സ്റ്റുഡൻറ്റ് എന്നാക്കി കൊടുക്കുക. നമ്മൾ ഏതാണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇയർ കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ കണ്ടില്ലേ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, അവിടെ നമ്മൾ എന്ത് ചെയ്യും, I have APAR or ABCID എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ എന്താവുള്ളൂ, നമ്മളിതിൽ കിട്ടുന്ന ക്രെഡിറ്റ് നമ്മളെ ABC അക്കൗണ്ടിലോട്ട് നമുക്ക് വരുള്ളൂ, അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിലോട്ട് ഈ ക്രെഡിറ്റ് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ABCID ഉണ്ട് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ABCID അല്ലെങ്കിൽ APAR ID നമ്മളിവിടെ എന്ത് ചെയ്യണം, കറക്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടോ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ പാർട്ട് ഓഫ് സ്വയം ലോക്കൽ ചാപ്റ്റർ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, യെസ് കൊടുക്കുക.
യെസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ലോക്കൽ ചാപ്റ്ററിൻ്റെ സ്റ്റേറ്റ് കേരള കൊടുക്കുക. കോളേജിൻ്റെ നെയിം കണ്ടില്ല, നോബിൾ വുമൻസ് കോളേജ് മഞ്ചേരി മലപ്പുറം കേരള, ബ്രാക്കറ്റിൽ 61 67. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളും കൊടുക്കുക. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അവിടെ ഓട്ടോമാറ്റിക് വരും, അല്ലെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്ഡേറ്റ് ആ ചെക്ക് ബോക്സ് ഒക്കെ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് പ്രൊഫൈൽ ആൻഡ് ജോയിൻ കോഴ്സ് എന്നുള്ളത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടായിരിക്കും വരിക, ഈ ഒരു പേജിൽ താങ്ക് യു ഫോർ രജിസ്റ്ററിങ് ദ കോഴ്സ്, ക്ലിക്ക് ദ അനൗൺസ്മെൻറ്റ് ടാബ് ഫോർ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ. ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ താഴെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് എക്സാം ഡേറ്റ് സെപ്റ്റംബർ 20-ാം തീയതിയാണ്. അതിൻ്റെ ക്ലിക്ക് ഹിയർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. വേണമെങ്കിൽ നമ്മൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ സമയമുണ്ട്, അതിൻ്റെ മുമ്പായിട്ട് ചെയ്യണം. കോഴ്സ് കഴിഞ്ഞിട്ടല്ല എക്സാം ഉണ്ടാവും, അതിൻ്റെ ഇടയിലായിട്ടാണ് ഡേറ്റാണ് വരിക. അപ്പോൾ അത് നിങ്ങളെ മെയിലിലോട്ട് വരും, പിന്നെ നിങ്ങളെ മെയിലിലോട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരിക. എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വെച്ചെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടായിരിക്കും വരിക. ഗോ ടു പേഴ്സണൽ ഇൻഫോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഒന്നുകൂടി നമ്മൾ എൻ്റർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പേര് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ പേര് എന്ത് ചെയ്യണം, ഇവിടെ കറക്റ്റായിട്ട് ഒന്നുകൂടെ നമ്മൾ എൻ്റർ ചെയ്യണം. ഓക്കെ, കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടിയും ഫില്ല് ചെയ്ത് ലാസ്റ്റിൽ എന്തുണ്ടാവും, നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനും ഉണ്ടാവും. ഫോട്ടോയും സിഗ്നേച്ചറും JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ 50 KB to 150 KB ചെയ്യണം. പിന്നെ അതിൻ്റെ താഴെ ഒരു ID പ്രൂഫ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് PDF കൊടുക്കുക, ഒരു 2 MB വരെ കൊടുക്കാൻ പറ്റും. ആധാർ കൊടുത്താൽ മതി, ഫോട്ടോ ഉള്ളത് കൊടുക്കുക. ആധാർ അല്ലെങ്കിൽ വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പറയുന്നുണ്ട്. ID ആയിരിക്കും നമ്മൾ എക്സാമിന് കൊണ്ടുപോകേണ്ടത്. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞ ശേഷം താഴെ ഉണ്ടാവും സേവ് ആൻഡ് കണ്ടിന്യൂ. പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഡീറ്റെയിൽസ് വരും. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിൻ്റെ രജിസ്ട്രേഷനും കഴിഞ്ഞു. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത് ഒരു കോഴ്സിന് എൻറോൾ നോക്കുക. എൻറോൾമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 28 ജൂലൈ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമസ്റ്റർ 2 സെമസ്റ്റർ ആയിട്ടാണ് നടക്കാറ്. അപ്പോൾ ജൂലൈ ഡിസംബർ സെമസ്റ്ററാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സെമസ്റ്ററിൽ 2 സെറ്റ് കോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സെറ്റ് കോഴ്സിലായിരിക്കും കൂടുതൽ ചോയ്സും നല്ല കോഴ്സസും ഉണ്ടാവുക, സെക്കൻഡിൽ കുറച്ചായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് സെറ്റ് കോഴ്സിൻ്റെ എൻറോൾമെൻറ്റിൻ്റെ ലാസ്റ്റ് 28 ജൂലൈ ആണ്. ഏകദേശം 925 കോഴ്സസ് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ടൈം ലൈൻ ഇതാണ് ഓരോന്നിൻ്റെയും കണ്ടോ. സെറ്റ് സൂൺ ലാസ്റ്റ് കണ്ടില്ലേ, 4 week 2, 8 week 4 അല്ല 8 week 2 എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 സെറ്റ് 2 എന്ന് പറയുന്നത്. അതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 18 വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജൂലൈത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതും ചെയ്യാം. നമുക്ക് അറ്റ് എ ടൈം ഒരു കോഴ്സ് 2 കോഴ്സൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാം അതിനനുസരിച്ചുള്ള ഡേറ്റിലായിരിക്കും ചെയ്യാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ടൈം ലൈന്. പിന്നെ ഇത് നിങ്ങൾ ഇനി പോസ്റ്റർ വരുന്ന സമയത്ത് കോഴ്സിൻ്റെ ലിസ്റ്റും എൻറോൾമെൻറ്റിൻ്റെയും ലിങ്കും ടൈം ലൈനൊക്കെ ഇതേപോലെ QR കോഡ് വെച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പം എല്ലാവരും നിർബന്ധമായിട്ടും ഒരു കോഴ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നില്ല നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.